Come on. Hello. ഇല്ല പറയുന്നില്ല. നേരത്തെ ഇൻട്രോ ഒരാൾ പറയണ്ടായിരുന്നല്ലോ, അതൊന്നും പറഞ്ഞു. ഇൻട്രോ പറഞ്ഞു പറയാം. ഹലോ ഗൈസ്, വെൽക്കം ടു എസ്ആർ വ്ലോഗ്സ്. കഴിഞ്ഞു. വെൽക്കം ബാക്ക് ടു എസ്ആർ വ്ലോഗ്സ്. അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതിന് നേരത്തെ ഞാൻ ഒരു ബ്ലോഗ് ഇട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇതാണ് അജിഷ്ണ, ഇതാണ് ഹരിത. രണ്ടുപേരും സൈക്കോളജിസ്റ്റാണ്. പിന്നെ രണ്ടുപേരും മലപ്പുറത്തുനിന്നാണ് കേട്ടോ. മലപ്പുറത്ത് എവിടെ നിന്നാണ്? ഏത് സ്ഥലം പറഞ്ഞാലും മനസ്സിലാവുന്നറിയില്ലല്ലോ. ലൈക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് പറയണ്ടോ? താങ്കൾ എവിടുന്നാണ്? അപ്പൊ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞു പോയി. ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് സമയം എത്രയായിരുന്നു? സമയം 10:08 ഞങ്ങൾ മാങ്ങ തിന്നാൻ പോവാണ്. ഞങ്ങൾ വയറ് നിറച്ച് എന്താ കഴിച്ചു? ചോറ് കഴിച്ചതാണ് കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത് വെച്ച് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് എന്താ തമ്മിലിടണം. ഓക്കെ, നമ്മുടെ മാങ്ങ കാണാനില്ല അല്ലേ? തീ ഇറക്കി വെച്ചാലോ? ഇറക്കി പോയി. അപ്പൊ ഞങ്ങള് അതിന് താത്തി അവള് ചോദിക്ക എങ്ങനെ ഇറക്കുക? കുറച്ചുകൂടെ ഇറക്കിക്കോ. പോരട്ടെ പോരട്ടെ. പോരട്ടെ. വരും. അപ്പൊ ഞങ്ങള് രാത്രി 10 മണിക്കാട്ടോ ഞങ്ങൾ വാങ്ങുന്നത്. നമുക്ക് അതൊന്നും വിഷയമില്ല. നിങ്ങള് എപ്പോഴാണെങ്കിലും എന്തായാലും കണ്ണ് കാണില്ല ഗൈസ്. എനിക്കാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തൊഴിലടക്കം ചിത്രല്ലേ ഇവിടെ സിനിമ ആണായിരുന്നു കേട്ടോ. ഞാൻ വിളിച്ചു വരുത്തിയതാണ്. ഇത് ഉറങ്ങാറായിട്ടിരിക്കായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു വരുത്തിയതാണ്. ഞാൻ ഇത്തിരി ബിസി ആയിരുന്നു. അപ്പൊ അത് കാരണം തൊഴിലടക്കം ചിത്രല്ലേ. ഇതാണ് ഗൈസ് ഇവിടത്തെ പ്രശ്നം. തൃശ്ശൂര് രണ്ടും മലപ്പുറം ആയ കാരണേ ഇവര് ഞാനിപ്പോ പറഞ്ഞത് എന്താ, തൊലി അടക്കം ഞാൻ ചെത്താറാണ്. തൊലി അടക്കം ചെത്തി തരാം. എനിക്ക് പല്ലിൽ കമ്പ്ലീറ്റ് ആണ്, എനിക്ക് അങ്ങനെ തിന്നാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവര് എന്ത് വിചാരിച്ച ഞാൻ തൊലി ചെത്തി കൊടുക്കുന്നാണ് ഇവര് വിചാരിച്ചത്. പ്രശ്നം അല്ലേ? ഇതൊന്നും പിണ്ടാണ്ടിരിക്കണേ. എനിക്കിങ്ങനെ വീഡിയോയില് അങ്ങനെ നിക്കാൻ പറ്റുന്നില്ല. നിക്കണ്ടായിരുന്നോ? 10 മണിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഇങ്ങനെ കഴിക്കോ? ഞാൻ അടുത്ത് തൊട്ട് ചോദിച്ചിട്ട് തരാം. ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അതൊക്കെ സംസാരിക്കും. നിങ്ങൾ സംസാരിക്കേ എന്തെങ്കിലും പറയാം. ഇങ്ങനത്തെ സെലിബ്രിറ്റീസിന്റെ കൂടെയൊക്കെ യൂട്യൂബിലൊക്കെ വരുന്നത്. വെരി എക്സൈറ്റഡ്. താങ്ക് യു. കാണാനുണ്ടെങ്കിൽ കേട്ടോ കഴിക്കണത് കാണില്ലേ? ഇനിയിപ്പോ എന്താ എന്റെ ബെഡില് ഞാൻ കളഞ്ഞ വരുന്നുട്ടോ ഗൈസ് പ്ലീസ്. ഒരു ഫോർക്കൊക്കെ വേണമായിരുന്നു കുത്തി തിന്നാൻ. അല്ലേ? നല്ല മാങ്ങയാടി. എനിക്കത് അമ്പലത്തിൽ പോയപ്പോ കടയത്ത് ചേട്ടൻ തന്ന മാങ്ങയല്ല ഇത്. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ. പക്ഷെ കടയത്ത് ചേട്ടൻ ഞങ്ങൾക്ക് മാങ്ങ തന്നിരുന്നു കേട്ടോ. സ്നേഹനിധിയായ ചേട്ടൻ ഞങ്ങൾക്ക് മാങ്ങ തന്നു. സോറി. നീ ഇത്തിരി കൂടെ കയറിയിരുന്നോ? മാംഗോ ഫ്ലേവർ. അതെ, ഇന്ന് ഉറങ്ങുമ്പോ എനിക്ക് മാംഗോ ഫ്ലേവർ കിട്ടും. പിന്നെ എന്താണ് ഗൈസ് പറയൂ, എന്തെങ്കിലും പറയൂ. എന്താണ് എന്നെ പറ്റിയുള്ള അഭിപ്രായം?
നല്ല മാങ്ങ തിന്നോണ്ടിരിക്കുമ്പോ ചോദിക്കാൻ പറ്റിയ ചോദ്യല്ലേ. ആള് ഇവിടെ എവിടെയോ വർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഞാൻ കുഴപ്പമില്ല. എന്തായാലും ആള് വീക്കെൻഡില് പോവും വീട്ടിലോട്ട്. ഞങ്ങൾ പിന്നെ മാസത്തിലാണ് പോവാറ്. സോ ആള് എല്ലാ സാറ്റർഡേയും പോകുന്നോണ്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാറുണ്ട്. മാങ്ങ, പഴം, കേക്ക്. അതൊക്കെ വലിയൊരു കാര്യമാണ്. അതാണ് ഞങ്ങളുടെ ഏക മോട്ടിവേഷൻ. അത് ഇതൊക്കെയല്ല താങ്ക്സ് പറയേണ്ടി വേണ്ട, അമ്മയ്ക്കാണ് താങ്ക്സ് പറയുന്നത്. താങ്ക് യു അമ്മ. യെസ്, അമ്മ യൂട്യൂബ് ഈ വ്ലോഗ് കാണുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു ഉമ്മ. അമ്മ എന്തായാലും കാണുക. എന്റെ വീഡിയോ ഇട്ട ഫസ്റ്റ് കാണുന്നത് ഞാൻ എടുത്തത്. ഒരു മിനിറ്റ്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന കാരണം, അതായത് ഞാൻ ബാംഗ്ലൂർ ഹോസ്റ്റലിൽ നിന്നാൽ ഇതെന്തിനും ഇവിടെ വെച്ചേക്കണേ. ഞാൻ ഹോസ്റ്റലിൽ നിന്ന കാരണം എന്താ എന്റെ അമ്മയ്ക്ക് ആ ഒരു വിഷമം മനസ്സിലാവും. ഹോസ്റ്റലിൽ നിൽക്കുമ്പോ എന്താ ഒന്നും കഴിക്കാനോ അങ്ങനെ. പക്ഷെ ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഫുഡൊന്നും അത്ര കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്കൊരു നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു ആശ്വാസമല്ലേ. അത് ഫോർ എക്സാമ്പിൾ ഇന്നാളെ ഒരു ദിവസം അജിഷ്ണ പറഞ്ഞു എന്താ ചമ്മന്തി കൂട്ടി ചോറിനാൻ തോന്നുക പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടാം, എന്താ തന്നു വിടാം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അമ്മ. എന്നിട്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നു, അവൻ ഉണ്ടാക്കി കൊടുത്തു വിട്ടു. അമ്മ ഉണ്ടാക്കി കൊടുത്ത് തന്നു വിട്ടു. അമ്മയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മീൻസ് എന്തുണ്ടെങ്കിലും ഇപ്പൊ വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടൊക്കെ ആർക്കൊക്കെ കൊടുക്കുക പറയും. ഇവർ രണ്ടുപേരെയും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, ഫോണിൽ കൂടെ ഉള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ കൊണ്ടുവരാറൊക്കെയുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു വിഷമം എനിക്കറിയാലോ. ഞാൻ ബാംഗ്ലൂര് ഹോസ്റ്റലിൽ നിന്നതാണ്. അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ ആരെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സന്തോഷമല്ലേ. പിന്നെ അടുത്തത് പറയോ? നിന്റെ പൊക്കാനാണോ? അല്ല, എന്നെ പൊക്കൊന്നും വേണ്ട, എന്റെ പൊക്കും താത്തൊന്നും വേണ്ട. ഉള്ള കാര്യം ഉള്ളത് പോലെ പറയാത്തതാണ്. ഒരു കളർ വ്യത്യാസം ഉണ്ടാകും എനിക്ക് വെച്ചോട്ടോ. പിന്നെ ഞങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇവിടെ വന്നത്. യെസ്, ഐ ആം ജൂനിയർ, സീനിയേഴ്സ്. അതിന്റെ അഹങ്കാരം തീരില്ല. അഹങ്കാരം ഉണ്ട് ഗൈസ്, രണ്ടും അഹങ്കാരികളാന്ന് ഞാൻ പറയില്ല, രണ്ടും പാവങ്ങളാണ്. പറയില്ല എന്നാട്ടോ പറഞ്ഞത്. ഈ ദിവസം സൗണ്ടില് പറയണേ. സത്യട്ടാ, ചിലപ്പോ സൗണ്ട് കേട്ടില്ലടാ ഗൈസ്. മൈക്കൊക്കെ വാങ്ങണം. എന്റെ ബർത്ത്ഡേക്ക് ഹരിത ഞാൻ വാങ്ങിച്ചിരുന്ന പ്രതീക്ഷയിലായിരിക്കണേ. അതെ, എന്തായാലും താങ്കളൊന്നും ഇണ്ടാത്തേ ഇല്ല. മൈക്കൊക്കെ വാങ്ങിക്കണം ഗൈസ്. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. നോക്കിട്ട് നമുക്ക് മൈക്ക് സെറ്റ് ആക്കാം. കണ്ടാ നല്ല ഭംഗിയല്ലേ. ഒരാളെ ഞാൻ വിളിച്ചപ്പോഴേ എനിക്ക് വാങ്ങി വേണ്ടാണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ വന്നിരുന്നാ മതി, വീഡിയോ എടുക്കാൻ നമുക്കെന്ന് പറഞ്ഞു. ആളാണ് ഇപ്പൊ ഇരുന്ന് എന്ത് ചോദിച്ചാലും അത് വേണ്ടെന്ന് പറയും. എന്നിട്ടോ അത് തിന്നും ചെയ്യും. ഞങ്ങള് 4 മണിക്ക് ചായ കുടിക്കാൻ വരിക. അപ്പൊ ചായ കുടിക്കാൻ വരുമ്പോ പുള്ളിക്കാരത്തി പറയും എനിക്കിന്ന് ചായ വേണ്ടടോ എന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വരും, അവളും വരും. എന്നിട്ട് ഞങ്ങൾ ക്ലാസ് മാത്രമേ എടുക്കുള്ളൂ. എന്നിട്ട് ഞങ്ങള് ചായ കുടിക്കാതിരിക്കുമ്പോ ഇങ്ങനെ ഒരു സൈഡിൽ നിന്നിട്ട് ഞങ്ങളുടെ ചായ ആദ്യം എടുത്ത് കുടിക്കും, ഞങ്ങള് കുടിക്കുന്നതിന് മുന്നേ എടുത്ത് കുടിക്കും. പിന്നെ തിന്നണ ഇപ്പൊ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാവല്ലോ, അതായത് ആള് പറയും എനിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയും. അത് ഇവിടെ എന്നെ തിന്നാൻ പറയാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. അപ്പൊ അതാളങ്ങനെയാണ് കേട്ടോ. ലിപ്സ്റ്റിക്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞേ, ലോകത്തിലെ ആദ്യത്തെ ആൾക്കാരായിരിക്കും ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട്. മാങ്ങ തിന്നാൻ വേണ്ടി ലിപ്സ്റ്റിക് ഇട്ടിട്ടിരിക്കും. ഞാന് ചില വീടുകളിൽ ലിപ്സ്റ്റിക് ഒന്നും ഇടാറ്, പക്ഷെ ഇന്ന് ഞാൻ ഇട്ടുന്നിടാം. ഇവര് കിടന്നപ്പോ എനിക്ക് ഇടാം അങ്ങനെ. അത് വലിയൊരു ഇൻഫ്ലുവൻസർ കൂടി. അങ്ങനെയൊന്നുമല്ല കേസ്. ഇനി നമുക്ക് നമ്മുടെ കടയിലത്തെ ചേട്ടൻ വന്നാൽ മാങ്ങ നമുക്ക് കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ല. നല്ലോണം പഴുത്തേക്കണം. നല്ല പണമാണോ ചീത്ത പണമാണോ മനസ്സിലാവില്ല.
നല്ലത് നേരത്തെ ഫാൻ നിന്നൊക്കെ മറ്റേ ചേട്ടൻ വന്ന റൂമിൽ ഫുള്ള് വാങ്ങിയത്. അതെ ആ ചേട്ടൻ ചോദിച്ചത് ചോദിച്ചാൽ കുഴപ്പമില്ലല്ലോ. മാങ്ങയുടെ പണം ഈ മാങ്ങ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. നീ ഏത് സിനിമ കാണുണ്ടായിരുന്നെ? ഇത്തിരി നേരം എങ്ങനെ ഉണ്ടായിരുന്നു? രാത്രിയൊക്കെ വേഗം പോവുക ഗൈസ്, ഒട്ടും സമയമില്ലാത്ത പോലെ അല്ലേ? കിടന്നങ്ങനെ സത്യം കഴിക്കണോ? കഴിക്കാൻ നീ ആദ്യം കഴിച്ചു. അയ്യോ വേണ്ടടി. എന്താണ് ചേട്ടൻ പണിയൊന്നും തോന്നുന്നു. ആ ചേട്ടൻ നിൽക്കുന്നു. ആൾക്ക് അവിടെ വേസ്റ്റ് കളയാൻ സ്ഥലമില്ല. അപ്പൊ ആള് അത് കേടാട്ടോ, ഇവിടെ വാടി കിടക്കണം. അതിനകത്ത് രണ്ടും വാങ്ങിയുണ്ട്. അത് കഴുകി കൊണ്ടുവരും ഈ കവർന്ന്. കേട് ഞാൻ കഴിക്കും. നിർഭാഗ്യവശാൽ ഞാൻ അറ്റത്താണ് ഇരുന്നത്. സോ ഇവർ രണ്ടുപേരും വന്നിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ എന്നാലും ഞാൻ ഇവരുടെ നടുക്ക് കയറിയിരിക്കും. ഫുഡ് കഴിക്കാനാണെങ്കിലും ഞാൻ നടുക്ക് കയറിയിരിക്കും. എന്തിനു പോയാലും ഞാൻ ഇവർ രണ്ടുപേരും നടുക്ക് കയറിയിരിക്കും. ഗൈസ് എനിക്ക് എന്തോ നടുക്കിരിക്കാൻ ഇഷ്ടം. അതെ, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കുന്നു. എവിടെ എന്റെ മകത്തിന് ഒരു വാങ്ങിയുള്ളൂ. അതെടുത്ത് നോക്കിയേ, അതെടുത്ത് എടുത്തു. ബാക്കിയൊക്കെ സെയിം അടി. നീ അന്ന് അമ്പലത്തിൽ പോയപ്പോ നിലത്ത് നിന്ന് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു വാങ്ങിയിട്ടില്ലേ? അമ്മടി അതെവിടെ? ഒരു കവർ നിറച്ച് വാങ്ങിക്കൊണ്ടാ ഞങ്ങൾ വന്നത്. അതൊക്കെ ഒരു സ്ഥലം കിടക്കുന്നുണ്ട്. അതിലൊക്കെ ഫുള്ളുണ്ടായി. അമ്മ ഇതെടുത്ത് നല്ല രസമുണ്ടല്ലേ കഴിക്കാനായിട്ട്. ഫസ്റ്റ് കാണാൻ കൊള്ളാം. ഇവിടെ വാങ്ങിയില്ലേ? ബാക്കിയെല്ലാം കേടായിട്ടാ. സോ മിഷൻ അൺസക്സസ്ഫുൾ. നമുക്കിവിടെ വ്ലോഗ് ഭയങ്കര ചെയ്യാം. വേണ്ട, എന്നിട്ട് ഇവൾക്ക് പോയി സിനിമ കാണാൻ അല്ലേ? ഇവിടെ ഇങ്ങനെ ഡോന്നൊക്കെ വിളിക്കൂട്ടാ. നീ കൈയെടുക്കട്ടെ? ആ ദർശനം കയ്യോ കാലോ എന്താണെന്ന് വിചാരിച്ചു. തുടക്കട്ടെ? അയ്യോ നോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേസ് കാര്യങ്ങൾ. ഞാൻ ഇവർ രണ്ടുപേരും പോയി കയ്യും കാലൊക്കെ കഴുകിയൊന്നും ഞാൻ ഇതുവരെ ഒന്നും കഴിയില്ല. പാവം ഞാൻ അമ്മമാരെ പോലെ താങ്ക് യു ശ്രീലക്ഷ്മി. താങ്ക് യു. എത്ര മിനിറ്റായി? 12 മിനിറ്റായി ഗൈസ്. അപ്പൊ നമുക്ക് ഒരു തൈരും തരുമോ? അപ്പൊ നമുക്ക് പിന്നെന്താ, ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, ചലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്യാം. ഞങ്ങള് ശരിക്കും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇവിടെ സംസാരിച്ച് നല്ല കോമഡി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ചലഞ്ചസ് ഒക്കെ ചെയ്യാൻ താല്പര്യമില്ലേ? നിങ്ങൾക്ക് താല്പര്യമില്ലേ? ചെയ്യാം. നല്ല നല്ല ചലഞ്ചുകളില്ലേ ഇപ്പൊ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ നമുക്ക് കുറെ കാണാമല്ലോ. അപ്പൊ അങ്ങനത്തെ ചലഞ്ചസ് ഒക്കെ മറ്റേ എന്താണ് സോപ്പും ഐസ്ക്രീം അല്ലല്ലോ, ക്യാൻഡി ഒക്കെ വെച്ചിട്ട് സോപ്പ് അങ്ങനത്തെ. പക്ഷെ ഞങ്ങള് 3 പേരല്ലോ. എന്നാലും ഇൻസ്ട്രക്ട് ചെയ്യാനാണില്ല. ഇൻസ്ട്രക്ട് ചെയ്യാൻ ആളില്ല, അതൊരു കുറവാണ്. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഞാൻ നോക്കി കണ്ടുപിടിക്കും ചലഞ്ചസ്. അപ്പൊ നല്ല നമുക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. നമുക്ക് ഫുഡിന്റെ അടുത്ത് തന്നെ ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് ഫുഡ് വെച്ചിട്ട് ചലഞ്ച്. എന്താ തുടങ്ങാ? കാശുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തുതരാം ഗൈസ്. ഞാനിപ്പോൾ നിലവിൽ ലോ ബാറ്ററിയാണ്. അതെ, സത്യമായിട്ടും. അപ്പൊ അതാണ്. എന്തായാലും ഞങ്ങള് എല്ലാം ഇവിടെ സാലറി കിട്ടിയിട്ട് നമ്മള് ഫുഡ് ഓർഡർ വാങ്ങിയില്ല നമ്മള്. എല്ലാ മാസവും മീൻസ് ഞാൻ വന്നിട്ട് ഇപ്പൊ 3-4 മാസമാണല്ലോ. എന്നാലും ഞങ്ങള് സാലറി കിട്ടി കഴിയുമ്പോ ഫുഡ് ഓർഡർ ചെയ്യും. ആദ്യത്തെ വട്ടം ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ഞങ്ങള് ബിരിയാണി കഴിച്ച് എനിക്ക് വയറിളക്കൊക്കെ പേടിച്ച് ഒരു പരിവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണി ഇത് കേൾക്കുമ്പോഴേക്ക് പേടിയാവും. അത് 100 രൂപയുടെ നമ്മളെ സാലറിന് അതെ. എനിക്ക് ഫസ്റ്റ് ഒരു ഫ്യൂ ഡേയ്സിന്റെ സാലറി കിട്ടിയില്ലേ ജാനുവരിയില്.
ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഗൈസ്. എനിക്ക് മാത്രമാണ് ലൂസ് മോഷനും ഛർദ്ദിക്കാൻ വരലും വയറുവേദന ആകെ മൊത്തം സീനായിരുന്നു. പുലർച്ചെയൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റാണ്ട് ഞാൻ കിടന്ന സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നെ. പിന്നെ എനിക്ക് പേടിയായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നത്തെ സാലറി കിട്ടിയപ്പോ ഞങ്ങള് മന്തി ഓർഡർ ചെയ്തു. ആ മന്തി കുഴപ്പമില്ലാത്ത മന്തിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. പക്ഷെ ഈ വട്ടം ഞങ്ങൾ മന്തി ഓർഡർ ചെയ്ത് കഴിച്ചിട്ടാണ്. കാരണം ഉണ്ട്, ഞങ്ങള് ഇന്നലെ മിഞ്ഞാന്നാണ് കഴിച്ചത്. മിനിഞ്ഞാന്ന് ഇപ്പൊ ഞാനൊരു റൂമിൽ ഒറ്റയ്ക്ക, അജിഷിനൊരു റൂമിൽ ഒറ്റയ്ക്ക, ഞാൻ ഡബിളാ. ഇവള് കമ്മിറ്റഡാ. ഇവളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. എന്താ ഇവിടത്തെ നഴ്സ് റിയാന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പൊ അവള് ഓർഡർ ചെയ്തായിരുന്നു മന്തി. അവള് ഹാഫ് മന്തി ഓർഡർ ചെയ്തിട്ട് അപ്പൊ അത്രയും ഉണ്ടല്ലോ, അവൾ അത്രയും കഴിക്കുന്നില്ല. പക്ഷെ അത്രയും മന്തി ഉണ്ടായ കാരണം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കുറച്ച് ചോറ് കഴിച്ചാൽ മതി. ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്ന ദിവസം കേട്ടോ. അപ്പോ ഞങ്ങള് മെസ്സിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട്, പക്ഷെ ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾ തിരിച്ചു വന്ന് മന്തിയൊക്കെ എന്താ പറയാ കുറെ ഉണ്ടായിരുന്നു. 4 പേർക്ക് ഹാഫ് മന്തി കൊണ്ട് എന്റെ പൊന്നെ തിന്നാൻ പറ്റേണ്ടത്. ഞങ്ങള് മാക്സിമം തിന്നാൻ പറ്റാണൊക്കെ തിന്നു. അങ്ങനെ അപ്പൊ ഈ ഒരു മാസത്തെ മന്തി അതിലങ്ങ് പോയില്ലേ. അപ്പൊ ഇനി അടുത്ത മാസം സാലറി ഞങ്ങള് വീണ്ടും മന്തി ഓർഡർ ചെയ്യും. അങ്ങനെ ഈ വട്ടത്തെ മന്തി നമ്മള് ഓസിക്ക് തിന്നു. കാശ് മുടക്കില്ല, നമ്മൾ മന്തി കഴിച്ചു. അതെ. അപ്പൊ അങ്ങനെ പിന്നെ ഈ മാസം കേക്ക് കഴിച്ചു. അമ്മയുടെ അച്ഛന് വെഡിങ് ആനിവേഴ്സറി കേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കഴിച്ചു. അന്ന് വേറെ കേക്കും ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഏതോ പിള്ളേരുടെ ബർത്ത്ഡേക്ക് മുറിച്ചിട്ട് നമ്മള് കേക്ക് ഉണ്ടായിരുന്നു. ആ പേര് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. എന്തായാലും കുട്ടികളുടെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ആ സംഭവം കഴിച്ചായിരുന്നു കേട്ടോ. കേക്ക് കഴിച്ചായിരുന്നു അന്ന് ഞങ്ങൾ 3 പേരും കഴിച്ചായിരുന്നു ഗൈസ്. പിന്നെ ഇവൾക്കൊരു ഭാഗ്യമുണ്ട്. ഇവള് എന്നൊക്കെ ലീവ് എടുത്ത് വീട്ടിൽ പോകണോ അന്നൊക്കെ ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ബിരിയാണി അങ്ങനത്തെ എന്തെങ്കിലും, പൊറോട്ട, ചിക്കൻ കറി അങ്ങനെയൊക്കെ. എന്തോ കുട്ടിച്ച് നിർഭാഗ്യം കൂടുതലാണ്. ഇവിടെ വീട്ടിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെയാണ് ബേസ് കാര്യങ്ങൾ. പിന്നെ 2 പേര് MSc സൈക്കോളജി ആണ് കേട്ടോ. അത് മീൻസ് സൈക്കോളജി കോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോ എടുത്ത് ചെയ്യാട്ടെ. കാരണം അത് കുറച്ച് പേർക്ക് ഇപ്പോൾ സൈക്കോളജി എടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കതിനെ പറ്റി അറിയില്ല. ഞാൻ ഇത് 2 പേരും അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. മീൻസ് അങ്ങനെ നമ്മളിങ്ങനെ എന്താ കുറേ വീഡിയോസ് ഇടുന്നുണ്ട്. കുറച്ചൊക്കെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ. ഞാനൊക്കെ +2 കഴിഞ്ഞിട്ട് ഈ ഒരു ഫിസിയോതെറാപ്പി കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ഞാൻ കൺഫേം ആക്കിയത്. അതായത് അന്ന് ഞാൻ കുറേ തപ്പി നടന്ന് ടെൻഷൻ അടിച്ച് കുറേ തപ്പിയിട്ടാണ് ഞാൻ ലാസ്റ്റ് എത്തിയതാണ് ഈ BPT എന്ന കോഴ്സിലേക്ക്. അപ്പൊ എന്നെ പോലെ കുറേ ആൾക്കാർ ഇപ്പോൾ +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ സൈക്കോളജി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ MSc പഠിച്ച PG ചേച്ചിമാരുണ്ട് നമ്മുടെ കൂടെ. അപ്പൊ നമ്മുടെ ചേച്ചിമാർ പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ. ഒരാള് മാംഗ്ലൂർ പഠിച്ചു, ഒരാള് എവിടെ പഠിച്ചു, കോട്ടയം പഠിച്ചു. അപ്പൊ 2 സ്ഥലത്തെ സെറ്റായിട്ടൊരു വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങള്. അത്രല്ലോ എന്തെങ്കിലും പറയണ്ടോ നമുക്ക്? അപ്പൊ ഇനി ഞങ്ങളുടെ ഇങ്ങനത്തെ വ്ളോഗുകളൊക്കെ വരൂ കേട്ടോ. വരില്ലേ? തീർച്ചയായും കത്തിക്ക് കാണിച്ചിട്ട്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ഞാൻ ഇതുവരെ നിർബന്ധിച്ചെടുപ്പിക്കുന്ന വീഡിയോ ഒന്നും അല്ലാണ്ട് ഗൈസ് അങ്ങനെ വിചാരിക്കരുത്. തികച്ചും യാദൃച്ഛികമാണ്. അതെ, ഡിസ്ക്ലെയിമർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവരെ അങ്ങനെ എന്താ പിടിച്ചിരുത്തി വീഡിയോ എടുക്കണമെന്നല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വിളിച്ചു മാങ്ങ കഴിച്ചാലോ ചോദിച്ചു. അപ്പൊ 2 പേരും പറഞ്ഞു. എന്റെ സ്നേഹനിധിയായ കൂട്ടുകാരികൾ 2 പേരും പറഞ്ഞു. ഞങ്ങൾ 2 മാങ്ങ തിന്നോ പോകണോ അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.
അതൊന്നും ഫീൽ എല്ലാ അറ്റത്ത് അതെ ഇതല്ലേ ആ